NQA's ലക്ഷ്യ മസ്കാൻ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽ ആപ്ലിക്കേഷൻ നൽകുന്നതിലേക്കായി സക്ഷത് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തിയാക്കാം എന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതിനായി ലോഗിൻ ചെയ്യുന്നതിലേക്കായി ആദ്യം saksham.nhsrc.india.org/imcs/login എന്ന URL വഴി ലോഗിൻ ചെയ്യുക. ശേഷം രജിസ്റ്റർ ന്യൂ യൂസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം കാണാൻ സാധിക്കും. ഈ രജിസ്ട്രേഷൻ ഫോമിൽ സെലക്ട് ടൈപ്പ്, സ്റ്റേറ്റ്, ജില്ല, ഫെസിലിറ്റി ടൈപ്പ്, ഫെസിലിറ്റി നെയിം, അതായത് നിങ്ങളുടെ ആശുപത്രിയുടെ പേര്, NIN ID, യൂസർ നെയിം, അതായത് സ്ഥാപനത്തിലെ MOയുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻ MOയ്ക്ക് വേണ്ടി ഹോസ്പിറ്റൽ PRO മേൽപ്പറഞ്ഞ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ശേഷം സ്ക്രീനിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടർന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും നിങ്ങൾക്ക് OTP ലഭിക്കുന്നതാണ്. തുടർന്ന് ഇമെയിൽ IDയിലും മൊബൈൽ നമ്പറിലും വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യാനുള്ള യൂസർ IDയും പാസ്വേഡും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ IDയിലേക്ക് വരുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന PDF ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് നിങ്ങളുടെ മെയിൽ IDയുടെ ആദ്യത്തെ 4 അക്ഷരവും തുടർന്ന് മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കവും ആയിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന യൂസർ IDയും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് സക്ഷം പോർട്ടലിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് ലഭിക്കുന്നതാണ്. ഇനിഷ്യൽ കോൺഫിഗറേഷൻ സെറ്റപ്പ് മാപ്പിംഗ് എന്നാണ് ഈ പോപ്പപ്പ് മെസ്സേജ് കാണിക്കുന്നത്. ഈ കാണുന്ന ഡാഷ്ബോർഡിൽ അതാത് സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എൻ്റർ ചെയ്യുന്ന പ്രകാരം ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് ഡാഷ്ബോർഡിൻ്റെ യൂസർ മാനുവൽ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് റിഫ്രഷ് ബട്ടൺ. അതിൻ്റെ അടുത്തതായി കാണുന്നതാണ് സെറ്റിംഗ് ബട്ടൺ, നോട്ടിഫിക്കേഷൻ ബട്ടൺ, മെയിൽ ബട്ടൺ. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ഓപ്ഷൻ, ഹെൽപ്പ് ഡെസ്ക് ഓപ്ഷൻ, ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ ഇവയെല്ലാം കാണാൻ സാധിക്കും. ഹെൽപ്പ് ഡെസ്ക് ഓപ്ഷനിൽ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ കൺസേൺഡ് DQAQ കൺസൾട്ടൻറ്റിനെ സമീപിച്ചതിന് ശേഷം മാത്രം തുടർന്നുള്ള അപ്ഡേഷൻ ചെയ്യുക. അടുത്തതായി ഫെസിലിറ്റി സെറ്റപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് കാണുന്ന അപ്ഡേറ്റ് ഫെസിലിറ്റി ഇൻചാർജ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത് വരുന്ന പേജിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. തുടർന്ന് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് യൂസർ മാനുവലിൽ പറയുന്ന പ്രകാരം ഫെസിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാപ്പിംഗ് മാസ്റ്റർ എടുക്കേണ്ടതാണ്. മാപ്പ് അൺമാപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിൽ നിന്നും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ നൽകുന്ന സേവനങ്ങൾ മാപ്പ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞ് അടുത്ത് കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ബെഡ് ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് ബട്ടൺ കൊടുക്കുമ്പോൾ യൂസർ മാനുവൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സാങ്ഷൻഡ് ബെഡും ഫങ്ഷണൽ ഇൻ പേഷ്യൻ്റ് ബെഡും ഉണ്ടെങ്കിൽ നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നൽകി വരുന്ന സേവനങ്ങൾ കൂടെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായി റിപ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിൽ നിങ്ങളുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് റിപ്പോർട്ട്, ഡിസ്ട്രിക്ട് അസസ്മെൻറ്റ് റിപ്പോർട്ട്, സ്റ്റേറ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് ഓരോന്നായി ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് നിങ്ങൾ പ്രീവിയസ് അസസ്മെൻറ്റ് ഡീറ്റെയിൽസ് തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് മുമ്പ് അസസ്മെൻറ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത് കാണുന്ന അപ്ഡേറ്റ് KPI ഡീറ്റെയിൽസിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ തരുന്ന മാസത്തിൻ്റെ മുൻപുള്ള 3 മാസത്തിൻ്റെ റിപ്പോർട്ടുകൾ എൻ്റർ ചെയ്യേണ്ടതാണ്. ഉദാഹരണം, ഡിസംബർ മാസത്തിൽ ആപ്ലിക്കേഷൻ തരുന്നതാണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ രീതിയിൽ KPI ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് KPI ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിൽ മാനേജ് ആപ്ലിക്കേഷൻ എടുക്കുക. തുടർന്ന് ക്രിയേറ്റ് ന്യൂ അസസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ നിങ്ങൾക്ക് അസസ്മെൻറ്റ് മോഡ് ഫിസിക്കൽ സെലക്ട് ചെയ്യുക. തുടർന്ന് ഏത് ക്വാളിറ്റി പ്രോഗ്രാമിനാണ് ആപ്ലിക്കേഷൻ നൽകുന്നത്, ഉദാഹരണം NQAS, ലക്ഷ്യ, മസ്കാൻ എന്നത് വ്യക്തമാക്കുക. ഇതിന് തൊട്ട് താഴെ കാണുന്ന ബാറിൽ നിന്ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് അസസ്മെൻറ്റ് പോകേണ്ടതെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന വിൻഡോയിൽ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റെപ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പായ ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ മോഡിഫിക്കേഷനിൽ വെരിഫൈ ചെയ്ത് കൺഫേം കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അപ്ലോഡ് റിപ്പോർട്ട്സ് ആൻഡ് സ്കോറിൽ നിങ്ങൾക്ക് നേരത്തെ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വേറെ റിപ്പോർട്ട്സ് ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. എല്ലാ റിപ്പോർട്ട്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിനായി സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പായ ബെഡ് ആൻഡ് സർവീസ് ഡീറ്റെയിൽസ് വാല്യൂ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പായ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെക്ക് ലിസ്റ്റ് ഓപ്ഷനിൽ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുക. റിവ്യൂ ഓപ്ഷനിൽ നിങ്ങൾ കൊടുത്ത വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ വിവരങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്ത് ഒന്നുകൂടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്.